9 കാര്യം ചെയ്തു കൊടുത്തിട്ടും 10ാമത്തെ കാര്യം നടന്നില്ലെങ്കിൽ ആ വ്യക്തി പിന്നെ നമ്മളോട് ശത്രുതയാണ്. നന്നായിട്ട് കഥ പറയും. ഇപ്പൊ എന്തെങ്കിലും ഒരു ഭയങ്കര വാലിഡ് പോയിന്റ് ഉള്ളത്. കവലയിൽ വന്നിട്ട് ബസ് കാത്ത് ഇങ്ങനെ നിൽക്കുമ്പോ കാണാം ഇളയ മകൻ കാറൊക്കെ ഓടിച്ചിട്ട് ഞാൻ കൂത്താട്ടോളത്തിനാ പോകുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല ഇച്ചാച്ചൻ പോയവരും. അവസാനം അമ്മച്ചോട് വന്നിട്ട് പോയി, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഉലുന്ത് ഇത് ചെയ്യുന്നു, അവനിങ്ങനെ കാറായിട്ട് പോകുന്നു. അയ്യോ എന്തായാലും കൊണ്ടുവന്ന് എൻ്റെ മുമ്പിലിട്ട് ഞാൻ കാറിക്കൊണ്ട് പോകും. ഇതൊക്കെയായിരുന്നു ഇവന്റെ പോകും. എങ്ങനെയാ ഇപ്പൊ ചെറുപ്പത്തിൽ ഈ പറഞ്ഞാൽ അനുസരണയൊക്കെ ഉള്ള വീടിന് മുമ്പിൽ വന്ന് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ വന്ന് വീടിന് മുമ്പിൽ പച്ചക്കറി കള്ളു കുടിച്ച് പച്ചക്കറി എല്ലാം വിളിച്ചിട്ടും പിറ്റേ ദിവസം രാവിലെ അതിലേക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അയാൾക്ക് സിമെന്റിന്റെ ആവശ്യം വരുമ്പോൾ ഇച്ചാച്ചൻ്റെ അടുത്ത് വരണം. അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്കും മാക്സിമം എന്നാലും നീ എന്നെ തെറി വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്തു കൊടുക്കും. ഇച്ചാച്ചനുമായിട്ട് വർഷങ്ങളായിട്ട് കേസ് പറയുകയും ഇതിൽ നിൽക്കുകയും ചെറിയൊരു ശത്രുത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു എതിരാളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വ്യക്തിയാണ്, ആളുടെ പേര് പറയുന്നത്. ആ കല്ലറയിൽ എഴുതാൻ ഒരു വാചകം ഞാൻ പറയാം: നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ സൽകീർത്തി ശാശ്വതവും. പടം പിടിക്കാൻ പോയി കൊച്ചേട്ടന് പടം പിടിക്കാൻ പോയി നശിച്ചു പോകും, നശിപ്പിക്കാനാണ്. നീ എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മുടെ സ്ഥലത്തിന്റെ കുറച്ച് വിറ്റിട്ടാണെങ്കിലും നമുക്ക് വേണം പടം റിലീസ് ചെയ്യാം. അവന്റെ ആഗ്രഹം നടക്കട്ടെ എന്നോർത്ത് അങ്ങനെ വന്നു. ഞാൻ ദൈവമായിട്ട് അവനെ അങ്ങ് ഉയർത്തി. നമ്മളൊരിക്കലും സ്വപ്നത്തിൽ പോലും ഇല്ല. സാറിന്റെ മൂവിയുടെ ടൈറ്റിൽ തന്നെയാ സാർ ഞങ്ങളുടെ ഷോയുടെ പേര്, മമ്മി ആൻഡ് മീ. മമ്മി ആൻഡ് മീ. ഹായ് ഹലോ കൗമുദി വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ മമ്മി ആൻഡ് മീ. മലയാളികളെ ത്രില്ലർ മൂവീസ്, കോമഡി മൂവീസ് ഇതൊക്കെ ഡയറക്റ്റ് ചെയ്ത് നമ്മളെ ത്രില്ലടിപ്പിക്കുകയും അതേപോലെ ചിരിപ്പിക്കുകയും ചെയ്ത നമ്മളുടെ ഡയറക്ടർ ജിത്തു സാറാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. കൂടെ തന്നെ ജിത്തു സാറിൻ്റെ അമ്മ ലീലാമ്മയും. ഹലോ ആൻഡ് നമസ്കാരം. സാറിൻ്റെ മൂവിയുടെ ടൈറ്റിൽ തന്നെയാണ് സാർ ഞങ്ങളുടെ ഷോയുടെയും പേര്, മമ്മി ആൻഡ് മീ. മമ്മി ആൻഡ് മീ. സോ ഞാൻ ലീലാമ്മ എന്ന് തന്നെ വിളിക്കട്ടെ. ലീലാമ്മയിൽ തന്നെ ഒരു അമ്മയുണ്ട് സാർ. അപ്പോൾ അമ്മ, ജിത്തു സാറ് ഇപ്പം വലിയ ഡയറക്ടറാണ്. നമുക്ക് ഇനിയിപ്പോൾ എന്ത് വലിയ ഡയറക്ടർ ആയാലും നമുക്ക് നമ്മുടെ മോനാണ് അല്ലേ. അപ്പോൾ വലിയ ഡയറക്ടറാണ്. അപ്പോൾ ഇപ്പം എത്രത്തോളം സന്തോഷമുണ്ട്, എത്രത്തോളം പ്രൗഡാണ് മകൻ്റെ ഈ അച്ചീവ്മെൻറ്റുകളെ കുറിച്ച്? പറയാൻ മേല, അത്രയധികം പ്രൗഡാണ്. ആണ്. നമ്മളൊരിക്കലും ഇത്രയും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു പാരമ്പര്യവും ഇല്ല. അവൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്നോർത്ത് അങ്ങനെ വന്നു. ഞാൻ ദൈവമായിട്ട് അവനെ അങ്ങ് ഉയർത്തി. നമ്മളൊരിക്കലും സ്വപ്നത്തിൽ പോലും ഇല്ല. എങ്ങനെയാ ഇപ്പൊ ചെറുപ്പത്തിൽ ഈ പറഞ്ഞാൽ അനുസരണയൊക്കെ ഉള്ള ജിത്തു സാറല്ല, ഞാൻ ആദ്യമായിട്ടാണ് മറ്റേ നമ്മൾ ഈ പ്രിൻസിപ്പളിന്റെ അടുത്ത് മറ്റേ അമ്മേനെ കൊണ്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കില്ലേ, നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് ജിത്തു സാർ ഇങ്ങനെ എന്തായാലും പറയാൻ പോകുന്നത് എന്നുള്ളൊരു ടെൻഷനിലിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു ടെൻഷനും ഇല്ല, ഭയങ്കര കുസൃതിയായിരുന്നു. ഭയങ്കര കുസൃതിയായിരുന്നു. എൻ്റെ 4 ആൺമക്കളുണ്ട്, ഒരു മോളുമാണ് എനിക്ക്. എല്ലാവരും കുസൃതികളാണ്, എന്നാൽ അതിലൊക്കെ ഓവറായിട്ടുള്ള ഈ പുള്ളിയായിരുന്നു. അത് ശരി. അങ്ങനെ അവർ ചെറുപ്പത്തിൽ ഒരുപാട് പറയാൻ. അപ്പം നല്ല അടി കൊടുത്തിട്ടുണ്ടമ്മ? ഇല്ല, അതാണ് പ്രശ്നം. ഞാൻ അടിക്കുകയല്ല, എന്നെ ഇവരിട്ട് കളിപ്പിക്കും. എന്നെ പേടിയില്ല. 4 മക്കളും. പിന്നെ മൂത്തവനെ വളർത്തുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വളർത്തുമല്ലോ. പിന്നെ അവന് ജന്മനാ തന്നെ അവൻ്റെ ചാച്ചൻ്റെ അപ്പൻ ഭയങ്കര നല്ലൊരു മനുഷ്യനും വലിയ ഇതായിരുന്നു. ആ ഒരു പക്വത ചെറുപ്പത്തിലേ അവന് കിട്ടി. മെച്ചൂരിറ്റി. മൂത്തയാള് 10 അല്ല, അപ്പൊ തന്നെ എൻ്റെ അച്ചായനൊക്കെ പറയുമായിരുന്നു, ഓ അവൻ വലിയ പ്രായമായിട്ട് സംസാരിക്കുന്ന പോലെയാണല്ലോ ചെറുപ്പത്തിൽ. അങ്ങനെ അവന് ആ ഒരു ഇത് കിട്ടി. മറ്റേ 3 കളിയാ, ഭയങ്കര കുസൃതി എന്ന് പറഞ്ഞാൽ. എനിക്ക് 100 പ്രശ്നങ്ങൾ. പുള്ളിയെ ഇങ്ങനെ എംഎൽഎ ആയിട്ടൊക്കെ നടക്കുമ്പോൾ എല്ലാ കാര്യവും ഞാൻ നടത്തണം. അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ അങ്ങേര് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് 30 വർഷം പൊതുജന സേവനമാണ്. ഒരു നല്ല രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഭാര്യമാരൊത്തിരി സഹിക്കണമല്ലോ, നല്ല രാഷ്ട്രീയക്കാരൻ. അങ്ങനെ ഒത്തിരി സഹിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് തട്ടിക്കൂട്ടി പോയി. പക്ഷേ ഇവരുടെ കുസൃതി എന്ന് പറഞ്ഞാൽ എന്നെ പേടിയില്ല, എന്നെ കളിപ്പിക്കുക. ഞാൻ നല്ല പണിയെടുത്ത് മടുത്തൊക്കെ ഇരിക്കുവാണേലും വന്ന് ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കും. എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനം പാമ്പഴായിരുന്നു. അയ്യോ,
എന്തായാലും കൊണ്ടുവന്ന് എൻ്റെ മുമ്പിലിട്ട് ഞാൻ കാറിക്കൊണ്ട് ഓടും. ഇതൊക്കെയായിരുന്നു ഇവൻ്റെ ഹോബി. പിന്നെ ഇവൻ ഒരുപാട് കളിപ്പിച്ചിട്ടുണ്ട്. ഇവനും മറ്റവരും മോശമൊന്നുമല്ല, 3 പേരും. മറ്റേ മിലിറ്ററി പോയി. അപ്പോൾ അവനിടയ്ക്ക് ഭയങ്കര വഴക്കുണ്ടാക്കുമ്പോൾ എടാ എന്നെ കാണിക്കും, ഞാൻ വഴക്ക് പറയുമ്പോൾ ഞാൻ കോലൊടിച്ചിട്ടു, ഇനി നിന്നോട് ഞാൻ മിണ്ടിയല്ല. അത് കഴിഞ്ഞ് പിന്നെ വഴക്കുണ്ടാകും, ഇന്ന് കോലൊടിക്കുന്നില്ലേ എന്നും ചോദിച്ചോണ്ട് വരും. എന്നാ കുസൃതിയായിട്ട് പഠിക്കാൻ വിട്ടിട്ട് ഓടി ക്ലാസ്സിലൊക്കെ പോകാതെ പ്ലാവിൻ്റെ പൊത്തിലൊക്കെ പോയിരിക്കും. കുറേ സ്ഥലം ഉണ്ടാവും. പിന്നെ അച്ചാച്ചൻ വന്ന് വടിയായിട്ട് ഓടിച്ചാൽ കൊണ്ടുപോകും. പിന്നെ ഇടയ്ക്ക് ബോർഡിങ്ങിൽ കൊണ്ടാക്കി. എന്നുവെച്ചാൽ ഞങ്ങളുടെ അവിടെ എല്ലാവരും അങ്ങനെയാണ് വിട്ടേനെ. നാട്ടിൽ ചുമ്മാ മലയാളം മീഡിയമൊക്കെ ഉള്ളവർ നന്നായി വരണമെന്നോർത്ത് വിട്ടതാ. പിള്ളേർക്ക് വിഷമം ഉണ്ടായി, പക്ഷെ നമ്മൾ അമ്മമാർ ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വിട്ടു. ബോർഡിങ്ങിൽ പോയി മറ്റവരൊക്കെ കുറച്ചൊക്കെ സഹിച്ചും പിടിച്ചു നിന്ന്. ഈ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് ഓടി വരിക, അല്ലെ അമ്മച്ചി അവിടെ അങ്ങനെയാണ് ഇങ്ങനെ. പിന്നെ അച്ഛൻ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഒത്തിരി നന്നായിട്ട് കഥ പറയും. ഇപ്പൊ എന്തെങ്കിലും ഒരു നോണ ഞാൻ നോണയെന്നാ ഞാൻ എന്നോട് എപ്പോഴും വന്നു. ഞാനതങ്ങ് തേയാൽ വിശ്വസിക്കുമല്ലോ. ഞങ്ങളൊക്കെ പാകല്ലേ അമ്മമാര്. അപ്പോൾ പറഞ്ഞു ശരിയായിരിക്കും എന്നങ്ങ് വിശ്വസിക്കും. പക്ഷേ ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പം ആയിരിക്കും പിന്നെ അറിയുന്നത് ഇതൊക്കെ പൊളിയായിരുന്നു. പിന്നെ അവൻ്റെ ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചർക്ക് അത്ര വിവരം ഉള്ളതുകൊണ്ടല്ലേ അന്നത് പറഞ്ഞു, ലീലാമ്മേ നീ വിഷമിക്കേണ്ട, അത് അവൻ്റെ ഭാവനയാണ്. അപ്പം ഞാൻ ഓർത്തു എന്തായിരിക്കും ആ ടീച്ചറിൻ്റെ മുഖത്ത്. ഞാൻ അന്നേ ചിലരാണെ പോലും ഒമ്പടാവനോ അങ്ങനെയല്ല ടീച്ചറെ എടുത്തത്, അത് അവൻ്റെ ഭാവനയാണ്. അങ്ങനെ ആ ഭാവനയായിരിക്കും ഇപ്പോഴും. പിന്നെ അവൻ ആ നാട്ടിലുള്ള ഏത് പിള്ളേർ, ഏത് പ്രായം, ഏത് പണമില്ല, ആരെ കണ്ടെത്തി കിടന്ന് കള്ളിയും ഒരു കോലം കെട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞപ്പോൾ അച്ചാച്ചനും മരിച്ചപ്പോൾ അച്ചാച്ചൻ അവനെ എൻജിനീയറിങ്ങിന് വിടണം എന്നൊക്കെ ആയിരുന്നു. ഓരോരുത്തരും ഓരോ വഴിക്ക് വിട്ട സമാധാനം ഉണ്ടല്ലോ. ഇവന് ഇഷ്ടമല്ലായിരുന്നു, പോയില്ല. പിന്നെ പൂനായ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നായിരുന്നു അവന് ആഗ്രഹം. എന്തോ അവൻ്റെ മനസ്സിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇല്ല. പക്ഷെ അച്ചാച്ചന് ഇച്ചിരി നാടകമൊക്കെ എഴുതുമായിരുന്നു. ഞാൻ വഴി കിട്ടിയതെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ അങ്ങനെ വന്നു, സിനിമ എടുത്തു. പിന്നെ ഡിറ്റക്റ്റീവ് അതൊക്കെ വന്നപ്പോൾ ഞാൻ അവിടെയാണ്. ഇവിടെ വന്ന് ഇതെല്ലാം കൂടെ നടന്നിട്ടുണ്ട് ഞാൻ. ഡിറ്റക്റ്റീവ്, മമ്മി ആൻഡ് മീ. പിന്നെ ഇവർ ഫ്ലാറ്റിലോട്ട് പോകുന്നു. ഫ്ലാറ്റ് വന്നപ്പം ആണ് ദൃശ്യം എടുക്കുന്നത്. ദൃശ്യം ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാനും എല്ലാവരും കാണാമോ, ഞാനും ഇവനും കൂടെ ഫ്ലാറ്റിൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. തന്നെ എങ്ങനെയാകും, അതാണ് അവന് അവിടെ കൊണ്ടങ്ങ്. നമ്മളാരും ഒന്നും ചെയ്തിട്ടല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ ദൃശ്യമല്ലേ അവന് ഇത്ര അത് ദൈവമായിട്ട്. ഞാൻ ജിത്തുവിൻ്റെ ചോദിക്കുമ്പോൾ എന്നോട് ആ ദൃശ്യത്തിൻ്റെ ആണോ എന്നല്ലേ ചോദിക്കും. അപ്പൊ അത് ദൈവമായിട്ട് ഉയർത്തിയതാകട്ടെ, നമ്മുടെ ഒരു കഴിവൊന്നും അല്ല. അമ്മ ഇപ്പം എപ്പോഴും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഡിറ്റക്റ്റീവ് ഇതൊന്നും നടക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ജിത്തു സാറിന്. അപ്പൊ അതിന്റെ അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. അവന് ഇങ്ങനെ ഒരു ലൈൻ നമുക്കൊന്നും അറിയത്തില്ലോ. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നു പടം പിടിക്കാൻ പോയി, കൊച്ചേട്ടനും പടം പിടിക്കാൻ പോയി, നശിപ്പിക്കാനാണ്. അവർക്ക് ഇതേ അറിയത്തുള്ളൂ. ഡയറക്ഷൻ, അവനും ഡയറക്ഷനാണെന്നൊന്നും ഓർത്തല്ല, അവൻ അതിനോടൊരു താല്പര്യം വന്നു. അങ്ങനെ പോയി ഡയറക്റ്റ് ചെയ്ത് ഇവൻ എഴുതുമെന്നോ ഒന്നും. പിന്നെയുള്ള കഥകളൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ ഞങ്ങൾക്ക് ഡിറ്റക്റ്റീവ് കഴിഞ്ഞു, മൈ ബോസ് കഴിഞ്ഞു, പിന്നെ ജിത്തു സാറിന്റെ എന്താ പറയാ ഫുൾ ലൈഫ് ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യും, എല്ലാവരും ആരാധകരായി തുടങ്ങി. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അറിയാം. ഇപ്പൊ എനിക്കൊന്നേ ഉള്ളൂ, ദൈവം ഉയർത്തി താത്താതിരുന്നാൽ മതി, ഈ ഒരു ലെവലിൽ അങ്ങ് പോയാൽ മതി എന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ. അത്ര അത്യാവശ്യം വലിയ ഹിറ്റൊന്നും ആയില്ലേലും ഒന്നും മോശമാകാതെ, അതേ ഉള്ളൂ എൻ്റെ ആഗ്രഹം.
അപ്പൊ ഈ ആഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്താവണ്ടാവുന്നു. എനിക്ക് ഫസ്റ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പ്രൊഡ്യൂസർ റോളും കൂടെ കോ പ്രൊഡ്യൂസർ റോളും കൂടെ ആദ്യം അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയായിരുന്നു ഫുൾ സപ്പോർട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് എപ്പോഴും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നാക്കുകൊണ്ട് വാഗൊണ്ടുള്ള സപ്പോർട്ട്. അതല്ലേ നമുക്ക് പറ്റുമോ. എന്ത് വേണേ ചെന്നി അവൻ വളരെ കഥ എഴുതി വിഷമിച്ച് കീറി കളയുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവന് നേടിക്കൊടുക്കണമെന്നൊരു മനസ്സിലുണ്ട്. അമ്മയൊക്കെ സാരമില്ലടാ നമുക്ക് സ്ഥലം വിറ്റേച്ചു. വിറ്റിട്ടോ ഒന്നും അല്ല, എൻ്റെ മനസ്സിലപ്പോൾ അതാണ്. അപ്പം അവനതൊരു സപ്പോർട്ട് നമുക്ക് ചെയ്യാന്ന് അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യമൊന്നും. അങ്ങനെ വേണ്ടിയിട്ട് സാർ ആ ഒരു ഇനീഷ്യൽ പ്രോസസ്സിൽ സാറിന് അങ്ങനെയാണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പിന്നെ പല സ്ക്രിപ്റ്റുകളും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, ഞാൻ പണ്ടൊരു പഴയ ദൂരദർശൻ്റെ 13 എപ്പിസോഡ് ഇതുണ്ടല്ലോ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അന്നേരം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 13 എപ്പിസോഡിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതി കുറേ തിരുവനന്തപുരത്ത് പോയി ശ്രമമൊക്കെ കാണാതെ. അപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ച് കോൺടാക്ട്സ് ഒക്കെ വേണം നടക്കിയാലെന്ന് മനസ്സിലായി. അത് ഞാൻ കത്തിച്ച് കളഞ്ഞു. അന്നേരം അമ്മച്ചി എന്നോട് ചോദിച്ചു, നീ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയല്ലേ, എന്തിനാണ് കത്തിച്ച് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ വേറൊരു സ്ക്രിപ്റ്റ് എഴുതി, അത് ഇതുവരെയായിട്ട് സിനിമയായിട്ടില്ല. അതിൻ്റെ ഈടെ ഹാൻഡ് റിട്ടൺ കോപ്പി ഈടെ ചുമ്മാ തപ്പിയപ്പോൾ കിട്ടി. പക്ഷെ അതെപ്പോഴെങ്കിലും സിനിമയാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ അത് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. പിന്നെ ഞാൻ എഴുതുന്നത് ഡിറ്റക്റ്റീവാണ്. ഡിറ്റക്റ്റീവിൻ്റെ ഇപ്പം അമ്മച്ചി പ്രൊഡ്യൂസ് അങ്ങനെയല്ല. അമ്മച്ചി നമ്മളിങ്ങനെ ഇപ്പം നമ്മൾ ആ പടം വിഷമിച്ച ഒരു പ്രൊജക്റ്റുമായിട്ട് ശ്രമിച്ച് നടക്കാതെ വന്നിങ്ങനെ ഇപ്പം അമ്മച്ചി നീ എന്തിനാണ് വിഷമിക്കുന്നത്, നമ്മുടെ സ്ഥലത്തിൻ്റെ കുറച്ച് വിറ്റിട്ടാണെങ്കിലും നമുക്ക് വേണം പടം പ്രൊഡ്യൂസ് ചെയ്യാം, നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെനിക്ക് ഭയങ്കര പോസിറ്റീവ് ഇത് തന്നു. അല്ലാതെ അമ്മച്ചിപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷെ അന്ന് അച്ചാച്ചനും മരിച്ച ദുഃഖത്തിലിരിക്കുക. അപ്പം അതിൽ കൂടുതൽ എനിക്ക് പറയാൻ ഇല്ല. അപ്പം എങ്ങനെ തരണം ചെയ്യുന്നു ഒന്നും ഞാൻ ഓർത്തില്ല. പക്ഷേ ഇനി ചെയ്തില്ല. അമ്മച്ചി എപ്പോഴും ഭയങ്കര പോസിറ്റീവാണ്. ഇപ്പം നമ്മൾ എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും അമ്മച്ചിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഇതുണ്ട്. അമ്മച്ചി ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കാണ് എൻ്റെ വീട്ടിൽ ഒരു ബ്രദറിനെ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ നേരെ മൂത്തൊരാൾ ഡോക്ടറുണ്ട്. അമ്മച്ചിയും ജിജി എന്ന് പറയും, ഡോക്ടർ ജിജി. അമ്മച്ചിയും ജിച്ചേട്ടനും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയാം ആകാശം ഇടിഞ്ഞു വരുക എന്ന് പറഞ്ഞാൽ പറയും ആ വട്ടയിൽ മുട്ട് കൊടുത്ത് നോക്കാം. ഇതാണ് എൻ്റെ ഒരു ലൈൻ. ഞാൻ അവിടെ ഇടിയണ്ട, എന്തെങ്കിലും ഇടിയോ എന്ന് പേടിച്ചപ്പോഴേ ടെൻഷൻ അടിക്കുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ പിന്നെ പ്രായവും മെച്യൂരിറ്റിയും ഇതും കുറച്ച് ലോകം കണ്ടു തുടങ്ങുമ്പോൾ നമ്മളത് എല്ലാം മനസ്സിലാക്കി വരും. പിന്നെ അമ്മച്ചിയുടെ അമ്മച്ചി പാലാക്കാരിയാണ്. അവിടെ പാലായിൽ വെള്ളാത്തോട്ടം എന്ന് പറഞ്ഞ കുടുംബത്തിന് അവിടെ വലിയ വക്കീൽ എന്ന് പറഞ്ഞ് അവിടെ കാലത്ത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അമ്മച്ചിക്ക് ആ വെള്ളിച്ചായൻ്റെ ഒത്തിരി ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു നിയമപ്രശ്നം വന്നാലും എല്ലാം വന്നാലും അമ്മച്ചിക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. അമ്മച്ചി ഭയങ്കര സ്ട്രോങ്. ഞങ്ങൾ 12 മക്കളാണ്. അപ്പോൾ അതിൽ 8 ആണുങ്ങൾ. അപ്പോൾ അവരുടെ കൂടെ ജീവിച്ച ആ കാലങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇത് സപ്പോർട്ട്, ഭയങ്കര ഇത് കിട്ടി, അറിവൊക്കെ കിട്ടി. നമുക്ക് ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചെങ്കിലും ഒത്തിരി അച്ചായനാണെങ്കിലും ഒത്തിരി നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. അച്ചായൻ പറയുമ്പോൾ എല്ലാവരും 4-5 പേര് അമേരിക്കയിലായിരുന്നു. അപ്പോൾ ഞാൻ അച്ചായന് വിഷമമില്ല, ഇത്രയും പേര് അമേരിക്കയിൽ. നമ്മളെ എവിടെ കാക്കുന്ന ദൈവം അവരെ അവിടെയും കാത്തോളൂ. ആ വാക്ക് ഞാൻ എപ്പോഴും ഓർക്കും. ഞാനൊരു നീതിമാനായ മാതാപിതാക്കൾ 2 അതാണ് എൻ്റെ ഭാഗ്യം. പിന്നെ മക്കളാണേലും ഞാൻ ഓർത്തത് നല്ല മനുഷ്യരായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. അതെൻ്റെ എല്ലാ മക്കൾക്കും ഉണ്ട്. ഇനി അവരുടെ പാർട്ട്നേഴ്സ് ആയത് വന്നവർക്കെല്ലാം അവരെ ഒപ്പത്തിന് നിന്ന് അതൊക്കെ ഒരു ഭാഗ്യമില്ല. അത് അത്രേ ഉള്ളൂ എനിക്ക്. ഈ സാറിൻ്റെ ഇപ്പോൾ ജോസഫ് സാറിൻ്റെ എന്തൊക്കെ ക്യാരക്ടേഴ്സ് പെട്ടെന്ന് കാണുമ്പോൾ പറയില്ല, പുള്ളിയുടെ കുറച്ച് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയുമല്ലോ. ഇപ്പോൾ ജിത്തു സാറിനാണെങ്കിലും മക്കൾ എന്ന് പറയുന്നത് പാരൻസിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണല്ലോ സാർ. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് പെട്ടെന്ന് തോന്നിയിട്ടുള്ളത് അമ്മയ്ക്ക്? അയ്യോ അത് സാറ് ചെയ്യുന്ന പോലെയാണല്ലോ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചില കാര്യങ്ങളിൽ? ഇവനെപ്പറ്റിയോ? ഇവനെപ്പറ്റി ഇത് വെല്ലിച്ചായൻ്റെ ഒരു എല്ലാം കിട്ടിയിട്ടുണ്ട്, എൻ്റെ അച്ചായൻ്റെ. അപ്പം ആ ഒരു എല്ലാം നേരിടാനുള്ള തൻ്റെ ഇടവും വാക്സാമർത്ഥ്യവും അതൊക്കെ ഓർത്തിട്ടുണ്ട്. ഇച്ചാച്ചൻ്റെ ആക്ച്വലി എനിക്ക് ഇച്ചാച്ചൻ്റെ ഒരു ഇത് അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ ഇച്ചാച്ചൻ ഭയങ്കര ക്ഷമിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ഇച്ചാച്ചൻ. അതായത് പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, വീടിന് മുമ്പ് ഇച്ചാച്ചൻ MLA ആയിരുന്ന സമയത്ത് പണ്ട് ഈ സിമെൻ്റ് ഒക്കെ വേണമെങ്കിൽ MLAയുടെ ലെറ്റർ വേണം. അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീടിന് മുമ്പിൽ വന്ന് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ വന്ന് വീടിന് മുമ്പിൽ പച്ചക്കറി കള്ള് കുടിച്ച് പച്ചക്കറിയെല്ലാം വിളിച്ചിട്ടും
പിറ്റേ ദിവസം രാവിലെ അതിലേക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അയാൾക്ക് സിമെൻറ്റിൻ്റെ ആവശ്യം വരുമ്പോൾ ഇച്ചാച്ചൻ്റെ അടുത്ത് വരണം. അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്കും മാക്സിമം ചെയ്യും, എന്നാലും നീ എന്നെ തെറി വിളിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്ത് കൊടുക്കും. ഭയങ്കരമായിട്ട് ഇച്ചാച്ച ക്ഷമിക്കും. അപ്പം ഞാൻ ആലോചിച്ചിട്ട് എന്തിനിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഞാനും ഓർത്തു ഇത്രയും ദേഷ്യപ്പെട്ട മനുഷ്യർക്കാണല്ലോ ഈ മനുഷ്യൻ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ഇച്ചാച്ചൻ്റെ ഒരു ക്വാളിറ്റി അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ചാച്ചൻ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു വർഷമായി ആണ്ട് കുർബാനയുടെ സമയത്ത് പള്ളിയിൽ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞു, എനിക്ക് എന്നെ ഭയങ്കര സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യം അത്. എന്നോട് ഇങ്ങനെ പൊതുവായിട്ട് പറഞ്ഞു, നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോൾ ഒപ്പീസ് ചെല്ലുന്നതും പ്രാർത്ഥന ചെല്ലുന്നതും ഒക്കെ നല്ല കാര്യം, പക്ഷെ അതിനേക്കാളും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പിതാവിനുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി, നല്ല ക്വാളിറ്റി നിങ്ങൾക്കില്ല എന്ന് വെച്ചു. നിങ്ങൾക്കില്ലാത്തത് നിങ്ങളുടെ പിതാവിനുണ്ട്, അത് സ്വന്തമാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ സാധനമുണ്ട്. മനസ്സിലായോ? അതാണ് നിങ്ങളുടെ പിതാവിനോട് ചെയ്യാൻ വേണ്ടത് എന്ന് പറയുന്നത്. അപ്പം ഞാനെപ്പോഴും അന്നിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈ ക്ഷമിക്കാനുള്ളത് എനിക്കാണെങ്കിൽ അങ്ങനെ അത്ര ഇല്ലാത്തൊരാളാണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ഒത്തിരി ലൈഫിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവന്നു. അപ്പം പക്ഷെ അപ്പോഴാണെങ്കിൽ ഇച്ചാച്ചൻ്റെ ഇത് മനസ്സിലായത്, കാരണം അത്ര എളുപ്പമല്ല ക്ഷമിക്കുക എന്ന് പറയുന്നത്. ഈ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ അതുപോലെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്നവർ. പക്ഷേ ഇവൻച്വലി അതിലേക്ക് നമ്മൾ പ്രായവും മെച്യൂരിറ്റി ഒക്കെ ആകുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അല്ലാതെ എനിക്ക് ഇച്ചാച്ചനെ പോലെ ഇച്ചാച്ചൻ ഭയങ്കര ഗുഡ് ഹ്യൂമൻ ബീങ്. ഇപ്പം സാറിന്റെ ഡാഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു എഞ്ചിനീയർ ആക്കണമെന്ന്. അത് പിന്നെ അത് എനിക്കത് വേണ്ട, ഞാൻ സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഡ്രീംസ് അത് പുള്ളിയോട് ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ഷെയർ ചെയ്തപ്പോൾ എന്താ അല്ലാതെ മരിച്ചു മരിച്ചുപോയി. ചേച്ചനൊന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. നമുക്ക് അങ്ങനെ എന്ന് പറഞ്ഞാണ്. ചേച്ചനും അമ്മച്ചിക്കും ഒക്കെ എന്നാന്നറിയോ, ആരെയും ഒന്നിനും നിർബന്ധിക്കത്തില്ല, അവരൊരു ആഗ്രഹം പറയും. ഇപ്പൊ എന്റെ ഒരു ബ്രദർ ഇവിടെ ബിസിനസ് ചെയ്യുന്ന പുള്ളിനെ ബാങ്ക് മാനേജർ ആക്കണം എന്നായിരുന്നു. പക്ഷെ പുള്ളി പ്രത്യേക സാഹചര്യത്തിൽ ബിസിനസ്സിലേക്ക് പോയി. അപ്പൊ പോയപ്പോ പോട്ടെ എന്ന് വെച്ചു. ഒരു ബ്രദറിനെ ഡോക്ടർ ആക്കണം എന്ന് പറഞ്ഞു, പുള്ളി അതിൻ്റെ സഹകരിച്ചു, പുള്ളി ഡോക്ടറായി. എന്നോട് എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു. ഞാൻ SB കോളേജിൽ പഠിച്ചു, പക്ഷെ അവിടുന്ന് സിനിമയിലേക്ക് ഒരു ഇത് വന്നു. ഞാൻ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആയിക്കോട്ടെ, നിനക്കിപ്പോൾ അതാണെങ്കിൽ അതാകുക. അതായത് നീ ഇപ്പോൾ ഒരു ബേസിക്കലി ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത്, ഇപ്പം നീ ഒരു ഷൂ പോളിഷ് ചെയ്യുന്ന ആളാണെങ്കിൽ ആയിക്കോ, അതിനകത്ത് ബെസ്റ്റ് ആണ്. ഒരു മുറുക്കാങ്കടയുള്ള അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അതാണ് അങ്ങനെ നടത്താം. ആ ഫ്രീഡം തരുന്നുണ്ട്. അത് തന്നെ ഞാൻ എൻ്റെ മക്കൾക്കും കൊടുക്കുന്നു. അല്ല, അതെ ഞാൻ ചോദിക്കാവുന്ന സാർ, ഈ ഒരു പാരന്റിങ്, ഇവരുടെ ഒരു പാരന്റിങ് സാറിന്റെ, അപ്പൊ ഇപ്പൊ സാറ് ഹാൻഡിൽ ചെയ്യുന്നത് ജെൻസി കിഡ്സിനെ ആണല്ലോ. അപ്പോൾ സാറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഇതെങ്ങനെയാണ് അവർക്ക് ഇവർക്ക് ചാച്ചനമ്മച്ചിക്ക് ഒരു കാര്യം നിർബന്ധമുള്ളായിരുന്നു, അത്യാവശ്യം പഠിക്കണം, ബേസിക് എഡ്യൂക്കേഷൻ വേണം. ഞാൻ എൻ്റെ മക്കളോടും അതേ പറഞ്ഞുള്ളൂ. അവർ രണ്ടുപേരും എന്നെക്കാലൊക്കെ നന്നായിട്ട് പഠിക്കും, അവർ നന്നായിട്ട് പഠിക്കുന്നവരാണ്. പക്ഷെ അവർക്കും അവസാനം വന്നപ്പോൾ മൂത്തയാൾക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യണം. ആയിക്കോ, ചെയ്തു, നിന്റെ ഇഷ്ടം, നിന്റെ ലൈഫ്. അങ്ങനെ ഞാനും പറഞ്ഞുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ കുറേ സ്വപ്നങ്ങളുണ്ടാക്കി നമ്മുടെ പഴിക്ക് വിടുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടിയത് നമ്മൾ അങ്ങോട്ടും പാസ് ചെയ്യുന്നു. അച്ചാച്ചനാണേലും സകല സുഖങ്ങളും ഒറ്റമാനായിട്ട് എല്ലാം, ഒറ്റമാനും ഒരു പെങ്ങളേ ഉള്ളൂ. പകല ഇഷ്ടംപോലെ പണം, എല്ലാം ആവശ്യത്തിന് പണം എല്ലാം ആയിട്ട് സുഖപ്പെടുത്തി വന്നാണ്. പഠിച്ചു വന്നപ്പോൾ അവിടെ എല്ലാവരും കൂടെ പറഞ്ഞു കൊണ്ടുപോയി പഞ്ചായത്തിലാക്കി. അന്ന് മുതൽ ജനസേവനം. അങ്ങനെ ഒരു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കൊച്ചേട്ടൻ എന്നാണ്, പേരാരും പറയില്ല, കൊച്ചേട്ടൻ എന്നറിയപ്പെടുന്നു. പുള്ളിക്ക് ആർഭാടം ഇഷ്ടം. എല്ലാ പുതിയ കാര്യങ്ങൾ നാട്ടിലുണ്ടോ അത് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം നമ്മുടെ വീട്ടിലും അങ്ങനെ എല്ലാം ചെയ്യും. പക്ഷേ ഒത്തിരി ആർഭാടമായിട്ട് അതിഷ്ടമല്ല. അതുകൊണ്ട് ലാളിത്യം വേണമെന്നുള്ള അവർ കണ്ടു തന്നെ മക്കൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും പോകുമ്പം കാറെടുക്കാതെ, കാറുണ്ട് എല്ലാം ഉണ്ട്. ഒരു MLA ഒക്കെ ആയിരിക്കും, MAക്ക് പോകണ്ടേ, പോയല്ല. ഇവിടെ അതൊരു നാഷണൽ വേസ്റ്റാണ്. എനിക്ക് പോകാനിപ്പം നല്ല ട്രാൻസ്പോർട്ടേഷൻ കയറിയിരുന്ന് അങ്ങ് പോയാൽ. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പിന്നീട് ചേച്ചനെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരുണ്ട്, ഏതൊരു സ്കൂളിൽ ഉദ്ഘാടനത്തിന് ചേച്ചൻ MLA വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരിങ്ങനെ പ്രതീക്ഷിക്കുക, കാരണം വീട്ടിൽ കാറൊക്കെ ഉണ്ട്, കാറ് ഇങ്ങനെ വരും നിർത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ബാൻഡ് സെറ്റും ഇതൊക്കെ ആയിട്ട് വലിയ ഒരു താലപ്പൊലിയൊക്കെ ആയിട്ട് നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്കൂട്ടർ വന്നു, അതിനകത്ത് പറയുന്ന ചേച്ചനൊക്കെ ചെന്നത് അതിലെല്ലാവരും ഇങ്ങനെ പെട്ടെന്നൊന്നും ഇതായിരുന്നു ബേസിക്കലി. പിന്നെ ഞാനൊക്കെ ഡ്രൈവിങ് പഠിച്ചപ്പം രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചേച്ചന് കൂത്താട്ടോളം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു 8 കിലോമീറ്ററാണ് എലഞ്ഞിന്ന്. അപ്പം ചേച്ചൻ മുത്തോലൂരാണ് ഞങ്ങളുടെ പ്രോപ്പർ ഗ്രാമം. കവലയിൽ വന്നിട്ട് ബസ് കാത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാം ഇളയ മകൻ
കാറൊക്കെ ഓടിച്ചിട്ട് ഞാൻ കൂത്താട്ടത്തിനാ പോകുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല ഇച്ചാച്ചൻ പോയി വരും. അവസാനം അമ്മച്ചിയോട് വന്നിട്ട് പറയും, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഉലുന്തി ഇത് ചെയ്യുന്നു, അവനിങ്ങനെ കാറായിട്ട് പോകുന്നു. പക്ഷെ എനിക്കത് ഭയങ്കര പിന്നീട് പലപ്പോഴും എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അമ്മച്ചോട് പറഞ്ഞു, അമ്മച്ചി ഇച്ചാച്ചൻ അങ്ങനെ ഇങ്ങനെ അമ്മച്ചി വിഷമിക്കണ്ട, ഇച്ചാച്ചൻ അതായിരുന്നു സന്തോഷം. ആ കഥ ഷർട്ട് ഇട്ട് അതാണ് പുള്ളിക്ക് ഇഷ്ടം. പക്ഷെ നമുക്കത് ഇച്ചിരി വിഷമം തോന്നും, വലിയ ഗാന്ധിയനായാലും. പക്ഷെ അതിൻ്റെ നന്മയായിപ്പോൾ ഈ മക്കൾ അനുഭവിക്കുന്നത്. അത്ര നല്ല ആയിട്ട് ജനങ്ങളെ സേവിച്ചു. ഒരു പാവപ്പെട്ട ആൾക്കാരൊക്കെ അതിലേ കടന്നു പോകുമ്പോൾ ഗേറ്റിങ് ഇങ്ങനെ നിൽക്കും, ഗേറ്റ് തുറന്നിട്ടിരിക്കുക, ഒരു പട്ടിയൊന്നുമില്ല, ആർക്കും വരാം. അപ്പോൾ നമുക്ക് കുഞ്ഞു പെണ്ണെ നിനക്ക് പെൻഷൻ കിട്ടിയോ? ഇല്ല. അങ്ങോട്ട് ചോദിച്ച് പെൻഷൻ ഉടനെ അവർക്ക് അനുവദിച്ചു കൊടുക്കും. അതുപോലെ പെരുമ്പാവൂർ മുതലുള്ള ആൾക്കാർ വരും MLA കിട്ടാൻ പാസ്പോർട്ടിന് വേണ്ടി. ഞാൻ ചോദിച്ചു, എല്ലാം എഴുതി വെച്ചിരിക്കും, ബാക്കി ഞാൻ ടൈപ്പ് ചെയ്തു. പാസ്പോർട്ടിന്റെ ഫോട്ടോയുടെ പുറകിൽ സൈൻ ചെയ്ത് സീൽ ചെയ്യണം. അപ്പൊ ബാക്കി ഞാൻ ചെയ്യും. അവിടെ ഓരോരുത്തർ ഇച്ചാച്ചൻ ഉണ്ടാവില്ല, അമ്മച്ചി ഇത് മുഴുവൻ മേടിച്ചു വെക്കും. എന്നിട്ട് ഇച്ചാച്ചൻ രാത്രി വന്നു കഴിയുമ്പോൾ സൈൻ ചെയ്ത് വെക്കും, എന്നിട്ട് സീൽ ചെയ്യുന്ന ഞാൻ. എന്നിട്ട് ഇത് വന്നു കഴിയുമ്പോൾ ഇതേപോലെ അവർ പിറ്റേ ദിവസം വരുമ്പോൾ ഇതേപോലെ തിരിച്ചു കൊടുക്കും. അത് മുഴുവൻ അമ്മച്ചിയുടെ ഉത്തരവാദിത്തം. എനിക്ക് നല്ല പണിയാണ്. പിന്നെ അതുപോലെ പിള്ളേർക്ക് കൊടുക്കുന്ന ഈ ഭക്ഷണത്തിൻ്റെ സ്കൂളുകളിൽ അതുണ്ട്, അതും എല്ലാം ഇങ്ങനെ വെച്ചിരിക്കും, അതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. പക്ഷേ അവരോട് ഞാൻ ചോദിക്കും, പെരുമ്പാവൂർ MLA ഇല്ലേ, അവിടെ അടുത്തൊക്കെ MLA, നിങ്ങൾ എന്തിനും? അതേ അവിടെ ചെന്ന് പോയി വാതിക്കുന്ന എന്നാ നടക്കുക, ഇതൊരു സൈക്കിളിലാണെങ്കിൽ അവിടെ വെച്ച് ഞാൻ കൊപ്പിട്ട് തരും. മറ്റേ പോയി അവരെ കാണണമെങ്കിലൊക്കെ എൻ്റെ ചേച്ചി വിചാരിക്കുന്നത്. പിന്നെ നമ്മളൊന്നും പറയില്ല. ഒരാളി രക്ഷപ്പെടട്ടെ, ഒരാളി രക്ഷപ്പെടട്ടെ. പിന്നെ പൊതുക്കാര്യത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫുൾ അങ്ങനെ. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ എന്നോട് വിളിച്ചിട്ട് വന്നു, വണ്ടി ഇടാൻ പറഞ്ഞിട്ട് നേരെ എറണാകുളത്ത് വന്നു. എറണാകുളത്ത് വന്ന് ഇവിടെ ഒരു ജനറൽ ഹോസ്പിറ്റലിൽ നിന്നോ അവിടെ നിന്ന് കുറേ മരുന്നുകൾ മേടിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെ മൃഗാശുപത്രി മരുന്നില്ല. അപ്പോൾ ചേച്ചൻ എന്നെയും കൂട്ടി പോയി ഇവിടുന്ന് അങ്ങനെ എല്ലാം അങ്ങനെ ഭയങ്കരമായിട്ടും ലൈഫ് ഇതിന്. അതുകൊണ്ട് തന്നെ ചേച്ചൻ മരിച്ചപ്പം എൻ്റെ ഒരു എൻ്റെ ലൈഫിൽ എന്നെ ഭയങ്കരമായിട്ട് ഇരുത്തി ചിന്തിപ്പിച്ച ഒരു 2 ഇൻസിഡൻ്റ്. ഒന്ന്, ഒരാൾ വന്നിട്ട് പറഞ്ഞു, ജിത്തു ആ മരിച്ചടക്ക് കണ്ടായിരുന്നു. ഞാനൊക്കെ കരച്ചിലും ഇതൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ജനം ഒഴിവുകയാണ്, കാരണം അത്രയും ആൾക്കാർ ഒത്തിരി പേര് കരയും അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് അവസാനം അതാ ഈ സംഭവമാണ് ലൈഫിൽ ഞാൻ ഒത്തിരി എനിക്ക് വളരെ ക്ലോസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫാദറിൻ്റെ കല്ലറ പണി. അപ്പം നമ്മൾ ഈ ഗ്രാനൈറ്റിൽ അത് ചെയ്യൂല. അപ്പോൾ അതിനൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ ചേച്ചൻ മരിച്ചു, എനിക്ക് ഒരാഴ്ചയാകുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുവാണ്. ചേച്ചനുമായിട്ട് വർഷങ്ങളായിട്ട് കേസ് പറയുകയും ഇതിൽ നിൽക്കുകയും ചെറിയൊരു ശത്രുത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു എതിരാളി എന്നൊക്കെ വേണേൽ പറയാം. അങ്ങനെ ഒരു വ്യക്തിയാണ്, ആളുടെ പേര് പറയുന്നില്ല. ആ വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ജിത്തു ഈ കല്ലറ നിങ്ങൾ പണിയുന്നുണ്ടോ സ്ലാബിൽ? ഞാൻ ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ആ കല്ലറയിൽ എഴുതാൻ ഒരു വാചകം ഞാൻ പറയാം, ഇന്ന സുവിശേഷത ഇന്ന ഇതെന്നും പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞു. പുള്ളി വാചകം പറഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലല്ല ആ സെൻറ്റൻസ് അന്നേരം പറഞ്ഞോന്ന് എനിക്ക് സംശയമുണ്ട്. എനിവേ ഞാനത് ചെന്ന് ഇത് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ സൽകീർത്തി ശാശ്വതവും. ഇത് പറഞ്ഞു തന്നയാള് ഇജാജിനുമായിട്ട് വർഷങ്ങളായിട്ട് കേസും വഴക്കും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞത്. അപ്പം അത് എത്രത്തോളം ഇച്ചാച്ചൻ ആ മനുഷ്യനെയും സ്വാധീനം ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി. പുള്ളി അത് പറഞ്ഞു, അത് തന്നെ എഴുതി വെച്ചേക്കുന്നത്. നല്ല ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ സൽകീർത്തി ശാശ്വതവും. നീതിമാന്റെ അല്ല അതാണ് സാർ. ഇപ്പോൾ ഈ ഓഫ് കോഴ്സ് വീട്ടിൽ ഇപ്പം നമുക്ക് ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഇപ്പം ഡാഡിയോട് ഇത്ര ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ സാറിന് ഈ ഒരു പൊളിറ്റിക്സിലേക്ക് ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് വന്നിട്ടില്ല? ഒന്നാമത് എനിക്ക് താല്പര്യമില്ലാത്തൊരു ഫീൽഡ്. അതിനൊക്കെ 2 കാര്യമുണ്ട്. അല്ലേ നിന്നോട് വരാൻ പറഞ്ഞു? അല്ല അതൊക്കെ പറഞ്ഞെങ്കിൽ നമുക്ക് താല്പര്യം. ബേസിക്കലി എനിക്ക് താല്പര്യമില്ലാത്തതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ 9 കാര്യം ചെയ്ത് കൊടുത്തിട്ടും 10ാമത്തെ കാര്യം നടന്നില്ലെങ്കിൽ ആ വ്യക്തി പിന്നെ നമ്മളോട് ശത്രുതയാണ്. അപ്പൊ വീട്ടിൽ വന്ന് ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ചു പോകുന്ന ഒരാൾ ചില ദിവസം ചിലപ്പോൾ ഞാൻ പുറത്ത് വെച്ച് കാണുമ്പോൾ പുള്ളി ചിലപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ പിന്നെ മൈൻഡ് ചെയ്തില്ല. അപ്പം ഞാൻ ചാച്ചനോട് ചോദിക്കുമ്പോൾ പറയും ഒരു കാര്യം പറഞ്ഞ് നടത്തി കൊടുത്തില്ല. പിന്നെ നമ്മള് ഫേക്ക് സ്മൈൽ ചെയ്യണം.
മനസ്സിലായോ? അപ്പൊ ബേസിക്കലി എനിക്ക് പറ്റിയൊരു ഫീൽഡ് അല്ല രാഷ്ട്രീയം. ഓക്കെ. കോളേജിൽ വെച്ച് എന്നെ ഇതിനകത്ത് ഇറക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ ഫാദർ എന്നോട് പറഞ്ഞു, ചാച്ചൻ ആക്ച്വലി ഞങ്ങൾ ആരും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന താല്പര്യമില്ല, മക്കളാരും. ഓഹോ, ഞാനത് ചോദിക്കായിരുന്നു സാർ. ഇപ്പൊ ചോദിക്കാൻ പറ്റും, ഇപ്പൊ MLA സാറിന്റെ ഒരു കോളേജ് രാഷ്ട്രീയം എങ്ങനെയായിരിക്കും? കാരണം ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാവുമല്ലോ, കാരണം ഇങ്ങനെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഉണ്ടാവില്ല. ഞാൻ ആ പടം നിർമ്മല പഠിക്കുമ്പോൾ രാഷ്ട്രീയം ഉണ്ടെന്നൊരു തോന്നൽ പലർക്കും വന്നു വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ബോബി എന്നും പറഞ്ഞ്, ഇവിടെ കാക്കൂരുള്ള പുള്ളിയായിരുന്നു എഡിറ്ററും പിന്നീട് ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പൊ ഇവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് ഇവൻ്റെ കൂടെ നടന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കങ്ങനെ ഒരു രാഷ്ട്രീയം എല്ലാ മക്കളോടും നിങ്ങൾ ദൈവത്തെ ഒത്ത് രാഷ്ട്രീയത്തിൽ പോരുന്നു. കാരണം ഞങ്ങൾക്കും രാഷ്ട്രീയം കൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല, നമുക്കും സാമ്പത്തികമായി നഷ്ടമുള്ളൂ. കാരണം അന്നൊക്കെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി രാഷ്ട്രീയം കളിച്ചവരാണ് എൻ്റെ ഫാദറൊക്കെ. അതിൻ്റെതായതുകൊണ്ട് പിന്നെ എൻഡ് ഓഫ് ദ ഡേ അദ്ദേഹത്തിന് സന്തോഷമായിരുന്നു, അദ്ദേഹത്തിന് അത് ഇതായിരുന്നു, അദ്ദേഹം എൻജോയ് ചെയ്തു.